മലയാള സിനിമാ നടൻ മോഹൻലാലിന് ഇന്ന് 65 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയിലെ ഭാവാഭിനയ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ സത്യനും കൊട്ടാരക്കരയെന്ന് ഞാൻ പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരിലെ ടോപ്പ് റാങ്കിങ് മലയാളത്തിലും ബംഗാളിലുള്ള നടന്മാർക്ക് തന്നെ. ഹിന്ദി നടന്മാരെല്ലാം വലിയ പോപ്പുലർ നടന്മാരും അങ്ങനെ പോപ്പുലറായ സിനിമകൾ എടുക്കുന്നത് കൊണ്ടൊക്കെ ആകാം. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നടനും സത്യനോളം വരില്ല, അല്ലെങ്കിൽ കൊട്ടാരക്കരയോളം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെയൊക്കെ ചെറുപ്പം മുതലും അന്നും ഇന്നും ഒക്കെ കാണുന്നത് അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ കാണണമെങ്കിൽ സത്യൻ്റെ സിനിമ കാണണം. കൊട്ടാരക്കരയുടെ കുഞ്ഞാനാച്ചനൊക്കെ ആ കഥാപാത്രമൊക്കെ കാണണം. നമ്മുടെ ചെറുപ്പത്തിൽ ട്രിവാൻഡ്രത്ത് LLBക്ക് പഠിക്കുമ്പോഴും പിന്നെ പോലീസിൽ കയറുമ്പോഴും സിനിമ കാണുന്നതൊക്കെ കൂടുതലും സത്യൻ്റെയും കൊട്ടാരക്കരയുടെയും തന്നെയായിരുന്നു. പിന്നെ PJ ആൻ്റണി തൊട്ട് ചേർന്ന് നിൽക്കും അവരോടൊപ്പം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സത്യജിത് റേയുണ്ട്, അതുപോലെ മൃണാൾസെണ്ണുണ്ട്. അവർ രണ്ടുപേരുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർമാരായിട്ട് കാണുന്നത്. മൃണാൾസെൻ്റെ ഭുവൻ ഷോമൊക്കെ 4-5 പ്രാവശ്യമൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ നടന്മാരാരെന്ന് ചോദിച്ചാൽ 2 പേരുടെ പേര് പറയും, സത്യനും ഉത്തം കുമാറും. ബെസ്റ്റ് ആക്ടർ ബംഗാളിലുള്ളത് ഉത്തം കുമാർ തന്നെയാണ്. മലയാളത്തിലെ സിനിമകളിലെ ഇപ്പോഴത്തെ നടന്മാരിലെ മമ്മൂട്ടി, മോഹൻലാലും അങ്ങനെയുള്ള സീനിയറായ നടന്മാരെയൊക്കെ നമ്മൾ നോക്കുമ്പം ഓരോ കഥാസന്ദർഭം അനുസരിച്ച് വ്യത്യസ്തമായി മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ചലിപ്പിക്കാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ബോഡി അനായാസമായിട്ട് ഏത് രീതിയിൽ വേണേലും വളയും. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ബോഡിയുടെ ആ ചലനം അത് വളരെ ഭേദപ്പെട്ട നിലയിൽ അദ്ദേഹം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വളരെ അയത്ന ലളിതമായ രീതിയിൽ അഭിനയിച്ചു പോകുന്നത്. മോഹൻലാലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടു. ആ സിനിമ കഴിഞ്ഞ ഉടനെ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് സബ് ഇൻസ്പെക്ടർ ആയിക്കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യ കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അന്ന് പാളയത്ത് ഇന്നത്തെ സാഫല്യം കോംപ്ലക്സിൻ്റെ അവിടെ പഴയ കെട്ടിടങ്ങളാണ്. അവിടെ അന്നൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തുടങ്ങി. ഞാനും ഭാര്യയും അവിടെ പോയിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ പിതാവ് വിശ്വനാഥൻ അഡീഷണൽ സെക്രട്ടറി, മോഹൻലാലിൻ്റെ അമ്മ, അവരും ആ റെസ്റ്റോറൻറ്റിൽ വന്നു. ഞാൻ അന്ന് തിരുവനന്തപുരത്തെ പല പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ഇരിക്കുന്ന കാലം കൊണ്ട് അവർക്കൊക്കെ എന്നെ വളരെ നേരത്തെ മുതൽ അറിയാം. മോഹൻലാലിനും അറിയാം. കാരണം ഞാൻ ഫോർട്ടിലിരുന്നപ്പം മോഹൻലാലും അതുപോലെ തന്നെ പ്രിയദർശനൊക്കെ ചില കുസൃതികളൊക്കെ കാണിക്കും കരമന ഭാഗത്തും ആ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ. ഞാൻ വാഹനത്തിൽ എൻ്റെ പോലീസ് വാഹനത്തിൽ ചെന്ന് ഇവരെല്ലാം ഓടിക്കും, ഇവരെല്ലാം ഓടും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ചെറുപ്പക്കാർക്ക് എന്നെ വലിയ പേടിയായിരുന്നു. അപ്പോൾ അന്ന് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പം അപ്പോൾ മോഹൻലാൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സാറേ ഒന്ന് കാണണം. ഞാൻ പറയും കാണാം, തീർച്ചയായിട്ടും കാണാം. മോഹൻലാലിൻ്റെ പിതാവും അമ്മയൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചന്ന് അവനൊരു സിനിമയിൽ ഇപ്പോൾ ആലപ്പുഴയിൽ പോയി അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാണാം, നല്ല കാര്യം. ആദ്യത്തെ സിനിമയാണ്, അത് കഴിഞ്ഞ ഉടനെയാണ് ഞാനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കണ്ടു. അതിനുശേഷം മോഹൻലാൽ എന്നെ കണ്ടു, ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു, കുഴപ്പമില്ല, നല്ല ഭാവിയുണ്ട്, ഈസിയായിട്ട് അഭിനയിച്ച് പോകുന്നത് കണ്ടു. അന്നത്തെ അതിൻ്റെ ലീഡ് റോൾ അഭിനയിച്ച ആ നടനെക്കാട്ടിൽ എത്രയോ ബെറ്ററായിട്ട് വില്ലൻ അതിൻ്റെ അകത്ത് ഷൈൻ ചെയ്യുന്ന കണ്ടു. തീർച്ചയായിട്ടും അതിന് ശേഷമാണ് മലയാള സിനിമാ രംഗത്ത് മോഹൻലാലിൻ്റെ കാലഘട്ടങ്ങൾ തുടങ്ങുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ശരീര ചലനങ്ങളും അതുപോലെ ആ മനസ്സിൻ്റെ അകത്ത് വരുന്ന വാക്കുകൾക്കനുസൃതമായി മുഖത്തിലുള്ള ചലനങ്ങളും സംസാരവും കയറ്റിറക്കമുള്ള സംസാര ശൈലിയും ഇതെല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ അതിന് ഒരു ബാലപാഠം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ജിമ്മിൽ പോകുമായിരുന്നു, വഞ്ചിയൂർ ജിംഖാനയിൽ. ആ ജിമ്മിൽ സ്ഥിരമായിട്ട് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പോകുമായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം ആ ജിമ്മിൻ്റെ അത് നടത്തിക്കൊണ്ടിരുന്ന അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന പ്രശസ്തനായ ഒരു SP ഉണ്ടായിരുന്നു, ഋഷികേശൻ നായർ. കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല
ഒരു വ്യക്തിയാണ്. നല്ല ആരോഗ്യവും നല്ല പൊക്കവും നല്ല സൈസും, ഒരു 100-110 കിലോ എങ്കിലും കാണും അദ്ദേഹം. നമ്മൾ കണ്ടാൽ പേടിച്ചു പോകും, നല്ല കൊമ്പം വീശിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു സീനിയർ ഓഫീസറായിരുന്നു. ആ ജിമ്മിൽ അദ്ദേഹത്തെ അവിടെ മിക്കവാറും മോഹൻലാലും വരും എന്നെനിക്കറിയാം. അവിടെ വഴി അടുത്ത ദിവസം കണ്ടു. അവിടുത്തെ ഇപ്പോഴത്തെ അതിലെ ഭാരവാഹികളൊക്കെ മോഹൻലാലിൻ്റെ കാര്യം പറയുന്നത് കേട്ടു. അപ്പോൾ ഈ രീതിയിലുള്ള മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള ആ ഉയർച്ച, അദ്ദേഹത്തിൻ്റെ പല അഭിനയ മുഹൂർത്തങ്ങളും നമ്മൾ നോക്കുമ്പം സെമി ക്ലാസിക്കൽ മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ചലനങ്ങൾ, മുഖത്തെ ഭാവം, ഇതൊക്കെ നമ്മൾ കാണുമ്പം രവീന്ദ്രൻ മാസ്റ്ററാണ് മലയാള സിനിമയിലെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതാണ് എല്ലാവരുടെയും നാവിൽ വരുന്നതും. സെമി ക്ലാസിക്കലായി ധാരാളം മ്യൂസിക് കമ്പോസ് ചെയ്ത രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ മിക്കവാറും എല്ലാ ആ മ്യൂസിക് കോമ്പോസിഷനുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ അതിനകത്ത് മോഹൻലാൽ തന്നെയാണ്. ആ ക്ലാസിക്കൽ ആ ലിപ്പ് മൂവ്മെൻ്റ് എല്ലാം കൃത്യമായിരിക്കും. കാരണം മോഹൻലാൽ തന്നെയാണ് ആ മ്യൂസിക് പാടുന്നത് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ കഴിവുള്ള ഒരു നടൻ ഒരാളുണ്ടായിരുന്നു, പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ലവ് സീൻസൊക്കെ നമ്മൾ കാണുമ്പോൾ ആ മൂവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കാൻ ആ പാട്ട് അദ്ദേഹം പാടുന്നതായിട്ട് നമുക്ക് തോന്നും. അതിനുശേഷം അതുപോലെ തോന്നുന്നത് മോഹൻലാലിനെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ചലനങ്ങളും നോട്ടവും എടുപ്പും അവരുടെ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് മോഹൻലാലിൻ്റെ മലയാളത്തിലെ അരങ്ങേറ്റം മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടെങ്കിലും, ക്ലാസിക്കായ ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെങ്കിലും, ഇന്ത്യയിലെ ബൃഹത്തായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായ നടന്മാരിൽ ഒരാളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യൻ്റെ ലെവലിലും കൊട്ടാരക്കര ലെവലിലും ഉത്തം കുമാറിൻ്റെയൊക്കെ നിലവാരത്തിൽ അദ്ദേഹം ഏകദേശം എത്താൻ സാധ്യതയുള്ളതാണ്. അതിന് ഇനി സമയമുണ്ട്. അങ്ങനെയുള്ള റോളുകൾ മലയാളത്തിൽ സൃഷ്ടിക്കണം അദ്ദേഹം. ഇപ്പോൾ 65-66 വയസ്സായി. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അനുയോജ്യമായ റോളുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അത്ര സങ്കീർണമായ റോളുകൾ അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു റോളിലോട്ട് അദ്ദേഹം വരണം. അങ്ങനെയുള്ള കഥാസന്ദർഭങ്ങളുള്ള സിനിമ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കോമാളിത്തരം കാണിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ സത്യനോടൊപ്പവും കൊട്ടാരക്കര ശ്രീധരൻ നായരോടൊപ്പം എത്താൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ്. മലയാളത്തിൽ അങ്ങനെയുള്ള നടന്മാരാരും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ആ കഴിവുകൾ മുഴുവൻ വിനിയോഗിക്കാൻ ഇനി ഇന്ത്യയിലെ ഒരു പുതിയ ഡയറക്ടർ വരണം, പുതിയൊരു കഥാസന്ദർഭം വരണം. ബാക്കിയൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് അല്പം പൊടിപ്പും തൊങ്ങലൊക്കെ വച്ചിട്ടുള്ള നമുക്ക് ചിരി ഉണർത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ സത്യൻ്റെ ചില റോളുകൾ നമുക്കിന്നും മനസ്സിൽ കിടക്കും. കൊട്ടാരക്കരയുടെ ഉണ്ട്, ഉത്തം കുമാറിൻ്റെ ഉണ്ട്. അതേ രീതിയിലുള്ള ഒരു റോള് അഭിനയിച്ച് തുടക്കം മുതൽ അവസാനം വരെ അതുപോലെ അഭിനയം ചെയ്യാനും കഴിവുള്ള ഈ വ്യക്തിയെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.